അച്ഛാ അച്ഛാ, എന്താ ഇത്ര ഉച്ചത്തിൽ കിടന്ന് അലറണ്ട, എനിക്ക് ചെവി കേൾക്കും. പിന്നെന്താ കേൾക്കാത്ത പോലെ? എന്താ കാര്യം, കേൾക്കട്ടെ. അച്ഛാ, എനിക്കൊരു പുതിയ സൈക്കിള് വാങ്ങിച്ചു തരണം. എനിക്ക് ചെവിക്ക് കേൾവിക്കുറവൊന്നുമില്ല. പിന്നെ നീ ഇപ്പം പറഞ്ഞ സൈക്കിളിൻ്റെ കാര്യം, അത് സാധ്യമല്ല. അച്ഛാ, അങ്ങനെ പറഞ്ഞ എങ്ങനെ? പിന്നെ എങ്ങനെ പറയണം? ഇപ്പോൾ പുതിയ സൈക്കിൾ വാങ്ങിത്തരാൻ സാധ്യമല്ല. ഒന്നുണ്ട്, അത് മതി. എൻ്റെ കൂട്ടുകാരെല്ലാം പുതിയ സൈക്കിള് വാങ്ങിക്കുമോ, എനിക്ക് മാത്രം ഈ പഴയ സൈക്കിള്. ഈ സൈക്കിളിന് എന്താ കുഴപ്പം? വാങ്ങിയിട്ട് 1 കൊല്ലമല്ലേ ആയുള്ളൂ. ഓ, എനിക്ക് വേണ്ട. ഇതാ ചായ. ആഹാ, വേനൽക്കാലം ആയാലും ചേച്ചിക്ക് തിരക്കിന് കുറവൊന്നും ഇല്ലല്ലോ. അവധിക്കാലം ആയാലും കുട്ടികളെ പോറ്റാൻ ഭയങ്കര പാടാ, ഒന്നും പറയണ്ട. എന്താ രാവിലെ തന്നെ അപ്പനും മോനും കൂടെ ഒരു ഏറ്റുമുട്ടൽ? എന്ത് പറയാനാ, ഇപ്പോൾ ഒരു നല്ല സൈക്കിളുണ്ട്, അത് കൊടുത്തിട്ട് പുതിയത് വാങ്ങണമെന്നും പറഞ്ഞുള്ള വഴക്കാ. നമ്മുടെ കാലഘട്ടത്തിലെ പോലുള്ള കുട്ടികളല്ലല്ലോ ഈ തലമുറയിലുള്ളത്. എല്ലാത്തിനും പിടിവാശിയാ. അവരൊന്ന് ആഗ്രഹിച്ചാൽ ഏത് വിധേനയും അവർ സാധിച്ചേ മാറും. ഈ അവധിക്കാലത്ത് കുട്ടികളെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാൻ വിടണം. വീട്ടിലെപ്പോഴും പറയാറുണ്ട് കുട്ടികളെ കലാപരമായി എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കണമെന്ന്. ഇവിടെയും പറയാറുണ്ട്, പക്ഷെ ആർക്കും ഒരു താല്പര്യമില്ല. ചുമ്മാതാ, ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് ഞങ്ങൾ ഡാൻസ് പഠിക്കാൻ. അതെ അതെ, ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് ഞങ്ങൾ ഡാൻസിന് ഇടണമെന്ന്. എങ്കിൽ പിന്നെ നമുക്ക് ഇവരെല്ലാം കൂട്ടി വിട്ടാലോ? ഈ വെക്കേഷൻ സമയത്ത് കുട്ടികൾക്ക് എന്തെങ്കിലും പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യണം. അവധിക്കാലത്ത് കുട്ടികൾക്ക് ഡാൻസും പാട്ടും ഒക്കെ പഠിക്കണമെന്നാ താല്പര്യം. ആ, ഇത് തന്നെയാ ഞങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ പിന്നെ കുട്ടികളെ നമുക്ക് നല്ലൊരു കളരിയിൽ അങ്ങ് ചേർക്കാം. അത് ശരിയാണ്. കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലൊരു ഉപാധിയാണ്. പിന്നെ കലാപരമായ കഴിവുകളെ വളർത്തിയെടുക്കാനും സാധിക്കും. നല്ലൊരു തീരുമാനമാണ്. പറഞ്ഞതൊക്കെ കേട്ട് കാണുമല്ലോ. ആ, കേട്ടു. എന്തു പറയുന്നു? എനിക്ക് സമ്മതമാ. നിനക്കോ? എനിക്ക് സമ്മതമാ. ആ, പിന്നെ വേറൊരു കാര്യം. എന്താ? ഞങ്ങളുടെ കൂട്ടുകാരെയും കൂടെ കൂട്ടണം. അതിനെന്താ, ആയിക്കോട്ടെ. എടാ, സൈക്കിളിന്റെ പരിപാടി എല്ലാം മാറ്റി വെച്ചു. നമുക്കിപ്പോ ഒരു സൈക്കിൾ ഉണ്ടല്ലോ. ആ ഉണ്ട്. ഇവിടെ എന്തു പറ്റി?
എടാ ഒന്നും പറ്റിയതല്ല, ഞാൻ പറയാം. ഇവൻ പുതിയ സൈക്കിളിന്റെ കാര്യം വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോൾ ഉടനെ മേടിച്ചു കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് ചുവടൊന്ന് മാറ്റി ചവിട്ടിയാലോ? ആ എടാ, നമുക്ക് ഓരോരുത്തർക്കും പലതരത്തിലുള്ള കഴിവുകളുണ്ടല്ലോ. ഇവന് നല്ലതായിട്ട് പാട്ട് പാടാൻ അറിയാം. അവൻ നല്ല മേളക്കാരനുമാണല്ലോ. അവൻ നല്ലതായിട്ട് പടം വരയ്ക്കുമല്ലോ. എങ്കിൽ നമുക്ക് നമ്മുടെ കഴിവ് പുറം ലോകത്ത് നിന്ന് കാണിച്ചു കൊടുത്താലോ? അതെങ്ങനെ? പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നല്ല നല്ല കലാവാസനകളുള്ളവരാ. അതെ, കലാവാസന കൊണ്ട് മാത്രം കാര്യമായില്ല. അതിനെ ചിട്ടപ്പെടുത്തി മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോഴാണ് അതിന് മൂല്യം ഉണ്ടാകുന്നത്. അങ്കിൾ, അത് ഞങ്ങൾക്ക് എങ്ങനെ സാധിക്കും? അത് പറയാനാ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ നല്ല ഒരു ഗുരുനാഥനെ കണ്ടുപിടിക്കണം. ധാരാളം കഴിവുള്ള കുട്ടികളാണ് ഇവരൊക്കെ. ഇവിടെ ഇങ്ങനൊരു ശില്പശാല നടക്കുന്നു എന്നറിഞ്ഞു. അപ്പോൾ ഇവരുടെ ഈ കഴിവുകളെ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് ആരായാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ ഒരാഴ്ചത്തെ ശില്പശാലയാണ് കുട്ടികൾക്ക് വേണ്ടി നടത്തുന്നത്. കുട്ടികളിലെ സർഗശേഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവർക്ക് ജീവിതത്തിൽ പ്രയോജനപ്പെടുന്നതുമായ കാര്യങ്ങൾ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ശില്പശാല നടത്തുന്നത്. അപ്പോൾ അങ്ങനെ ധാരാളം പ്രഗത്ഭരായ ആൾക്കാർ വരുന്നുണ്ട്. അവരെയൊക്കെ കുട്ടികൾക്ക് പരിചയപ്പെടാനും അവരുടെ കഴിവുകൾ അറിയാനും ഒക്കെയുള്ളൊരു അവസരമാണ് ഈ ശില്പശാലയിൽ ഉള്ളത്. ഇതിനകത്ത് നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യങ്ങൾ കുട്ടികൾ സംഗീതമായാലും നൃത്തമായാലും പഠിച്ചു വരുമ്പോൾ അവർ നല്ല കുട്ടികളായിട്ട്, നല്ല വ്യക്തികളായിട്ട് പുതിയ തലമുറയ്ക്ക് ഒരു അസറ്റായി മാറും. അതാണ് എൻ്റെ ശില്പശാല കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ധാരാളം കുട്ടികൾ ഇതിലേക്ക് ആവശ്യപ്പെട്ട് വന്നിട്ടുണ്ട്. നല്ല കാര്യമാണ്. എല്ലാവരും നല്ല രീതിയിൽ അത് പ്രയോജനപ്പെടുത്തുക.